അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ. എന്ത് രസമുള്ള പാട്ടാണല്ലേ. പക്ഷെ ചില ആളുകളുടെ ലൈഫില് അത് കറക്റ്റ് ആണെന്നുള്ളതാണ്. രണസുന രണസുദ്ധി നാക്കുകൊണ്ട് നല്ല പണി വാങ്ങിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് ഈ രണസുന എന്ന് പറയുന്ന വ്യക്തി കേട്ടോ. അതായത് ഒരാള് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നു. വേണ്ടാറും ജനങ്ങൾ ഇത് കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും. നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അതായത് ബിഷപ്പ് തന്റെ ഭൂമി തിരിച്ചു വാങ്ങാൻ പോവുകയാണ്. ദാനമായി നൽകിയത് തിരിച്ചെടുക്കുന്നു. ആര് കാരണം എന്നറിയോ? രണസുന. കൊല്ലസുതി മരിക്കുന്നു. ഒരാളുടെ മരണത്തോട് കൂടിയിട്ട് ഒരാളങ്ങ് വലിയ ആളാവുന്നു. ഇതാണ് സംഭവം. തുടക്കത്തിലൊക്കെ ഒരു മൂലയിൽ ഇരുന്ന് കരയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് പതുക്കെ റീൽസിലേക്ക് കടന്നു. റീൽസ് പതുക്കെ പതുക്കെ ഷോർട്ട് ഫിലിമിലേക്ക്, ആൽബത്തിലേക്കൊക്കെ കടന്നു. പിന്നീട് ട്രോളന്മാർക്ക് അങ്ങ് വിരകു നിങ്ങൾ ട്രോളിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഊളത്തരങ്ങൾ അങ്ങ് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ബിഷപ്പ് അവർക്കൊരു നോട്ടീസ് അയച്ചു. നിങ്ങൾ കുറെ ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്ത ആളുകൾക്ക് കേൾപ്പിച്ചു തരാം. അതിനു മുന്നേ രണസുനയുടെ ഒരു തനി സ്വഭാവം കൂടി ഒന്ന് കാണാൻ കേട്ടോ. ഇപ്പം അവർക്ക് വേണ്ടി എനിക്ക് സഹിക്കാൻ തോന്നിയാൽ കൊല്ലൊക്കെ സഹിക്കും. രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ബിഷപ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞു. ആ ബിഷപ്പ് ഇന്നലെ അഹങ്കാരം, അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചിട്ട് ഉള്ള പേര് മാറ്റിയിട്ട് രേണുസുതി എന്ന് പറഞ്ഞിട്ട് നടത്താം. കൊള്ളാം. ഒരാള് സഹായിച്ചു, ആ സഹായിച്ച ആളെ തിരിഞ്ഞ് കൊത്തുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് തന്നെയാണ് ഇപ്പൊ കേട്ടത്. ബിഷപ്പല്ല ചേച്ചി, വിഷപ്പാമ്പ്. ആ വിഷപ്പാമ്പാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു 6 സെന്റ് സ്ഥലം തന്നത്. അത് മറന്നുവല്ലേ? കൊള്ളാം. ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ശരിക്കും ജെനുവിനായിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ സ്വന്തം വീട്ടില്, സ്വന്തം കൂരയില്, അടച്ചുറപ്പുള്ളൊരു വീട്ടില് കിടന്നുറങ്ങണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണുസുതിയൊക്കെ അപമാനമാണ് എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ആ ഒരു വക്കീൽ നോട്ടീസ് വായിച്ചു തരാം. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നതാണല്ലോ. ഇപ്പൊ വലിയ രീതിയിൽ അഹങ്കാരിയായിട്ട് അങ്ങ് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഊളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടാതിരിക്കോ? കർമ്മ എന്നൊന്നും ഉണ്ട് എന്ന് ഇടക്കിടക്ക് രണസുന പറയാറില്ലേ? ഇതാണ് വക്കീൽ നോട്ടീസ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിലെ തൃക്കൊടിത്താനം വില്ലയിലെ ബാക്കി കാര്യങ്ങൾ ഞാൻ കുറച്ച് ബ്ലറാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. തന്റെ ഭൂമിയുടെ 6 ചില്ലറ സെന്റ് നിങ്ങളുടെ മക്കളായ രാഹുൽ ദാസ്, ഋതുൽ ദാസ് എന്നിവർക്ക് വീട് പണിയുന്നതിനായി എന്റെ ക്ലയന്റ് ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് പരേതനായ ദാതാവിന്റെ ദാരുണമായ മരണത്തെ തുടർന്ന് പ്രശസ്ത കലാകാരനായ കൊല്ലം സുധി, നിങ്ങളുടെ കുടുംബം ദുരിതത്തിലായിരുന്നു, സ്വന്തമായി ഒരു വീടില്ലായിരുന്നു. നിങ്ങളുടെ പരേതനായ ഭർത്താവിന്റെ അഭ്യുദയാകാംക്ഷയും മനുഷ്യസ്നേഹിയുമായ എന്റെ ക്ലയന്റ് സ്വമേധയ മുകളിൽ പറഞ്ഞ സ്വത്ത് സമ്മാനമായി നൽകി. ഞാനിത് ഇംഗ്ലീഷിൽ നിന്ന് നേരെ മലയാളത്തിലേക്ക് ആക്കിയതാണ്. കുറെ ആളുകൾക്ക് അത് വായിച്ചു തന്നാൽ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് മലയാളത്തിലാക്കി. മലയാളം തന്നെ മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ. അതായത് കൊല്ലം ജില്ലയിൽ താമസിച്ചിരുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന അവശ കലാകാരൻ, അയാൾ മരണപ്പെട്ടു. അയാൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 സെന്റ് ഭൂമി എന്റെ ക്ലയന്റ് അതായത് ബിഷപ്പ് അവർക്ക് ദാനമായി നൽകി. 2 മക്കളുടെ പേരാ പറയുന്ന. 2 മക്കൾക്കാണ് ദാനം നൽകിയത്. തുടർന്ന് കേൾക്കാം. അതായത് സമൂഹത്തിലെ ശരിയായ ചിന്താഗതിക്കാരായ അംഗങ്ങൾക്കിടയിൽ എന്റെ കക്ഷിയുടെ പ്രശസ്തിക്കും കോട്ടം വരുത്തുന്ന തരത്തിൽ എന്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വീഡിയോകൾ നിങ്ങളും നിങ്ങളുടെ മൂത്ത മകനും സുഹൃത്തുക്കളും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കിച്ചു 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 അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ചിലപ്പോ ഒരു ഇതിനു വേണ്ടി കൊടുത്തതാകാം. എന്തായാലും കിച്ചു അങ്ങനെ ആളെ കളിയാക്കിയതിന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്റെ കക്ഷിയുടെ സ്വത്തിന്റെ മൂല്യം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ അതിന്റെ സ്ഥലവും സൗകര്യങ്ങളും സംബന്ധിച്ച് തെറ്റായ അവകാശവാദങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മേൽപ്പറഞ്ഞ പെരുമാറ്റം അനാവശ്യമാണെന്ന് മാത്രമല്ല നിയമവിരുദ്ധവുമാണ്. സജീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതാണ് ഇവരുടെ സുഹൃത്ത്. ആ ഒരു സുഹൃത്തും ഇവരും ചേർന്നുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ കണ്ടില്ലേ, നിരന്തരമായിട്ട് എന്തൊക്കെയോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സജീന നിരന്തരമായിട്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച ആളാണ്, ഇവര് വ്യക്തമായിട്ട് നമുക്കറിയില്ല. അവരും ഈ ബിഷപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സജീനയാണ് ഈ പറയുന്ന രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തതെങ്കിലോ സ്ഥലം കൊടുത്തതെങ്കിലോ നമുക്ക് ആർക്കും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ ദാനം ചെയ്തതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യം, പിന്നെ എന്തിനാ അച്ഛ അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് എന്ത് കോപ്രായത്തരം കണ്ടിട്ടാണ് രേണുവിനോട് ഇത്ര ഇഷ്ടപ്പെടുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്ഥലം കൊടുത്ത ഒരു വ്യക്തിയെ നിരന്തരമായിട്ട് അവഹേളിച്ച് നിങ്ങൾ കണ്ടതല്ലേ. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും വിറ്റ് പോകാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ആളുകൾ അവിടെ
വാങ്ങാൻ തയ്യാറാവാത്തൊരവസ്ഥയിലേക്കും കൂടി കാര്യങ്ങൾ നീങ്ങി. ഇതാണ് അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ കിടക്കില്ല എന്നുള്ളതും അനർഹർക്ക് ഒരിക്കലും ഒരു സമ്മാനവും നൽകരുത് എന്നുള്ളതും. എന്റെ ക്ലയന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും അടുത്ത ആളുകളും അപകീർത്തികരമായ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൽഫലമായി അത് പൊതുജനങ്ങൾക്കിടയിൽ എന്റെ ക്ലയന്റിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി. വീഡിയോകൾ വിവിധ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുകയും ആയിരക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ നടപടികളും ഒരു അപകീർത്തികരമായ പ്രവൃത്തിയാണ്. സിവിൽ തെറ്റും ക്രിമിനൽ കുറ്റവുമാണ്. അതിനാൽ എന്റെ ക്ലയന്റിനെതിരെ കൂടുതൽ അപകീർത്തികരമോ ആയ വീഡിയോകൾ നിർമ്മിക്കുന്നതും ഒഴിവാക്കണമെന്നും അത്തരം എല്ലാ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് 7 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നും ഞാൻ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉചിതമായ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുമെന്നും ഉചിതമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്നും സമ്മാനത്തുക റദ്ദാക്കുന്നതിന് നിയമപരമായി സാധ്യമായ എല്ലാ നടപടികളും എന്റെ ക്ലയന്റ് സ്വീകരിക്കുമെന്നും ശ്രദ്ധിക്കുക. ഇതാണ് സംഭവം. അതായത് ആ ചങ്ങാതിനെ നിരന്തരമായിട്ട് നാണം കെടുത്തുക. ഭൂമി തന്ന ആൾക്കും പ്രശ്നം, വീട് വെച്ചു കൊടുത്ത ആൾക്കും പ്രശ്നം. എന്തുവാടേ ഇത്? ഒരുപാട് വിധവകളുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും റോഡ് സൈഡിലൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരുപാട് ചേച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഒരു വീട് പോലില്ല, വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. സത്യം പറയാച്ചാൽ അവർക്കൊക്കെയാണ് നമ്മൾ സഹായം നൽകേണ്ടത്. ഈ അഹങ്കാരം മൂത്ത് ഈ കോപ്രായത്തരം കാണിച്ചു നടക്കുന്ന ആളുകളൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്? പിന്നെ വീഡിയോ കാണുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ള വെച്ചാൽ റീച്ച് ഡൗൺ ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് യൂട്യൂബ് അൽഗോരിതം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തുന്നില്ല. അപ്പൊ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്തിട്ടും ലൈക്ക് അടിച്ച് ഒരു കമന്റ് വിട്ടിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോ പറഞ്ഞു വന്ന കാര്യം മനസ്സില്ല, അർഹരെ നമ്മൾ സഹായിക്കുക എന്നുള്ള, അർഹരായ ആളുകളെയാണ് നമ്മൾ ഇത്രയും നാൾ സഹായിച്ചിട്ടുള്ളത്. ബിഷപ്പിന് ഒരു തെറ്റ് പറ്റി. അതായത് ഇങ്ങനെയുള്ള ആളുകളെ സഹായിച്ചാൽ 8ന്റെ പണി തിരിച്ചു കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ നാക്കുളുക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് രേണു ഇപ്പോ പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും സഹായിച്ച ആളുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തമായി ഒരു സെന്റ് ഭൂമി വാങ്ങാൻ 5ന്റെ പൈസ കയ്യിലില്ല, എന്നിട്ടാണ് ഇത്രയോ സെന്റ് തന്ന ഒരാളെ വിഷപ്പ് എന്നൊക്കെ പറഞ്ഞ്, വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇവരുടെയൊക്കെ സ്വഭാവം കേട്ടോ. ഞാൻ കുറെ ആളുകളുടെ കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ തിന്നാൻ കൊടുക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചെലവിന് കൊടുക്കോ എന്നുള്ളതൊക്കെ. നമ്മളിത് എന്തിനാ കൊടുക്കുന്നത്? നമ്മളിത് കൊടുക്കേണ്ട കാര്യം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇവർ വന്ന് പറയുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ പറയുന്നുള്ളൂ, ഒരു വൃത്തികേടും നമ്മൾ പറയാറുമില്ല എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ സഹായിക്കുന്ന ആളുകളെ വിഷപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നു? അതിന് നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതേപോലെ ഒരാള് ഫിറോസ്ക ഒരു വീട് വെച്ചു കൊടുത്തപ്പോ അയാൾ വെച്ചു കൊടുത്തതല്ലല്ലോ, അയാൾ പല ആളുകളിൽ നിന്ന് വാങ്ങിയതല്ലേ എന്നുള്ളത്. അവിടെ ഒരു നേതൃത്വം ഉണ്ട്. ആ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് അത്രയും ആളുകളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത്. അല്ലാതെ നിങ്ങളൊരു വടി വെച്ച് അതിന്റെ മുകളിൽ ഒരു സാരി ചുറ്റി അല്ലെങ്കിൽ ഒരു തുണി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ വന്ന് പൈസ കൊണ്ടുവരുമോ? ഇല്ല. ഇറങ്ങി വർത്താനം പറയണം, അയാളുടെ സമയം കളയണം, അയാളുടെ മൊബൈൽ ഡാറ്റ ചെലവാക്കണം, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് അയാൾ അത്രയും ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിച്ചിട്ട് ആ ഒരു ഫണ്ട് എത്തിച്ചിട്ടുള്ളത്. ഫിറോസ് ഒറ്റക്കൊന്നല്ലല്ലോ കൊടുത്തെന്ന് പറയുമ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്ക് ഒരു യോഗ്യതയില്ല അത് പറയാനുള്ളതാണ്. കാരണം ഇവൻ 1 രൂപ പോലും കൊടുത്തിട്ടുണ്ടാവില്ല, ഇവൻ ആരെയും സഹായിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കോപ്രായത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ചെയ്യടോ, നമ്മളൊരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കില്ല. 2 ദിവസം മുമ്പാണ് തോന്നുന്നു കിച്ചു ഒരു ലൈവ് ഇട്ടത്. ആ ലൈവില് പറയുന്നുണ്ട് നമുക്ക് വീടും സ്ഥലമൊക്കെ കിട്ടി, ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. അവന്റെ കൂടെയുള്ള പയ്യന്മാർക്കും അവനുള്ള ബോധം പോലും ഈ രണസനക്ക് ഇല്ല എന്നുള്ളതാണ്. അവൻ കറക്റ്റാ പറഞ്ഞേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാ. വെറുതെ ഒരു കാര്യമില്ലാതെ ആ ഒരു മനുഷ്യനെ ഇങ്ങനെ നാണം കിടത്തേണ്ട കാര്യം എന്നുള്ളത്. പിന്നെ ബിഷപ്പുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഫിറോസ്കയുമായിട്ട് ഈ കിച്ചുവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവർ കോണ്ടാക്ട് ഉണ്ടെന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആവശ്യമില്ലാതെ രേണുസുതിയെ പരമാവധി ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയി ഇരുന്നിട്ട് അവർ പറഞ്ഞ വാക്കും കേട്ടിട്ട് അവരുടെ കൂടെ ഇരുന്ന് വെറുതെ വീഡിയോക്ക് സംസാരിച്ച് വെറുതെ വായായിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, പ്രശ്നമാണെന്നുള്ളതാ. അപ്പോഴാണ് ബിഷപ്പ് അല്ല ചേച്ചി വിഷപ്പാമ്പാണ് എന്നൊക്കെ പറയുന്നേ. ചിന്തിക്കാനുള്ള ബോധം ഇല്ല എന്നുള്ളതാണ്. തുടക്കം മുതലേ ഫേക്ക് ആണ്, അല്ലെ? പേര് പോലും ഫേക്ക് ആണെന്നുള്ളതാണ്. പറയുന്ന വാക്കുകൾ എത്ര എത്ര നുണകളാ പറഞ്ഞിട്ടുള്ളത്. എല്ലാ നുണകളും ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതിനെതിരെ കേസ് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. നേരെ തിരിച്ച് വളരെ മോശപ്പെട്ട ഒരു അലിഗേഷൻ ആണ് ഈ പറയുന്ന ഹനാൻ പറഞ്ഞത്, അല്ലെ? ഈ ഹനാനെതിരെ ഒരു കേസ് പോലും ഇവർ കൊടുത്തിട്ടുമില്ല. അപ്പൊ സത്യം പറയുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. നുണ പറയുന്ന ആളുകളെ ഒന്നും പറയില്ല. അതേ ശീലമായിരിക്കല്ലോ അവർക്ക്, അതുകൊണ്ടാകാം അങ്ങനെ. ഹനാനെതിരെ ഒന്നും വേണ്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടുന്ന് പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി കൊടുക്കുകയും ഒരു വൃത്തികേട് അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് കറക്റ്റ് പറഞ്ഞ് എവിഡൻസ് കാണിച്ചു കൊടുത്തിട്ട് ആളുണ്ട് പോകുന്നു, സിമ്പിൾ ആയിട്ട് പോകുന്നു.
എന്തുകൊണ്ടാടോ നിങ്ങൾക്കെതിരെ വൃത്തികേടാ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അവർക്കെതിരെയാണ് നിങ്ങൾ മുന്നോട്ട് വേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പൊ സംശയത്തിന്റെ ദൃഷ്ടിയിൽ അത് അങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ എന്തോ ആവട്ടെ. സോഷ്യൽ മീഡിയയിലാണ് വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും. അതിന് വേറെ തർക്കമൊന്നും വേണ്ട. ഇവിടെ ബിഷപ്പ് ചെയ്ത കാര്യം 100% കറക്റ്റാണ്. തിരിച്ചെടുക്കേണ്ടത് തിരിച്ചെടുക്കുക തന്നെ വേണം. അർഹതപ്പെട്ട ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കുകയും വേണം. ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആളുകൾ റോഡ് സൈഡിലൊക്കെ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടോ, വീട് പോലും ഇല്ലാത്ത ആളുകളാ. അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നുള്ളതും അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാവപ്പെട്ടവർക്കൊന്നും കിട്ടാനില്ല. ആരെങ്കിലും തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും. അവർ കിടന്നിട്ട് കുണയ്ക്കുന്നത് കൊണ്ട് കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പോ അച്ഛനൊരു സല്യൂട്ട്. ഇത് മുന്നേ ചെയ്യേണ്ട കാര്യമല്ല എന്റെ പൊന്നച്ചോ. ഇപ്പൊ പോലും പറയുന്നതാണ് വിഷപ്പാമ്പാണെന്നൊക്കെ. ചില ആളുകളെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ വലിയ അബദ്ധമാവും എന്നുള്ളതാ. ജീവിതകാലം മുഴുവൻ നമ്മളത് വലിയ ട്രോമ ആയിട്ട് കൊണ്ടുനടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനർത്ഥം പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യരുതെന്നല്ല കേട്ടോ. നമ്മളൊരാളെ സഹായിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുക, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നിൽക്കരുത്. നമ്മളൊക്കെ ആ ഒരു ട്രാക്ക് തന്നെയാണ് പിടിച്ചു പോവാറ്. പക്ഷെ നിരന്തരമായിട്ട് നമുക്ക് തന്നെ ഒരു ട്രയാങ്കിൾ പോലെ അത് പണി തന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും. ചിലപ്പോൾ പ്രതികരിച്ച് എന്നൊക്കെ വരും. അച്ഛന്റെ പ്രതികരണം ഇത്രയേ ഉള്ളൂ: ആ വീഡിയോസ് ഒക്കെ 7 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യുക, പരിപാടി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ആ പ്രോപ്പർട്ടി അങ്ങ് വാങ്ങുന്നുള്ളത്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നിരന്തരമായിട്ട് രണസുന വരുന്നുണ്ട് കേട്ടോ. വീടുന്ന നിങ്ങൾ അങ്ങ് എടുത്തോ, അതാക്കിക്കോ, ഇതാക്കിക്കോ, ഞാൻ ഇറങ്ങിപ്പോവില്ല, ഇതാണ് അതാണ്. എന്തായാലും എന്ത് യോഗ്യതയാണ് ഇവർക്ക് സംസാരിക്കാനുള്ളതെന്ന് മനസ്സിലാവാത്തതെന്നുള്ളതാണ്. വാടക വീട്ടില് ഒരിറ്റ് വെള്ളം പോലും പുറത്തു പോവില്ല, ഒക്കെ അകത്തായിരുന്നു. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നിട്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ഒരു വീഡിയോ, കഷ്ടപ്പാടാണെന്നൊക്കെ പറയുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഇപ്പോ വലിയൊരു അടിപൊളി വീട്ടിലേക്ക് എത്തിയിട്ട് ഈ അഹങ്കാരം കാണിക്കുന്നത്. ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നത് എത്രയോ കറക്റ്റാണ്. കർമ്മ ഈസ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.